ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശ്രീലത. രാജ്യസഭാ സമ്മേളനത്തിന് നാളെ തുടക്കമാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമു പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ നാളെ അഭിസംബോധന ചെയ്യും. അടുത്ത മാസം 3 വരെയാണ് പാർലമെന്റ് സമ്മേളനം. പുതുതായി രൂപീകരിച്ച മന്ത്രിസഭയിലെ അംഗങ്ങളെ ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിചയപ്പെടുത്തി. 1975 ജൂൺ 25 രാജ്യത്ത് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ സംഭവം അനുസ്മരിച്ച സ്പീക്കർ സംഭവത്തെ സഭ ശക്തമായി അപലപിക്കുന്നതായി പറഞ്ഞു. ഇന്ത്യൻ ചരിത്രത്തിലെ കറുത്ത അധ്യായമായി അടിയന്തരാവസ്ഥാകാലം ഓർമ്മിക്കപ്പെടുമെന്നും സ്പീക്കർ അഭിപ്രായപ്പെട്ടു. സ്പീക്കറുടെ പരാമർശങ്ങൾക്കിടെ കേന്ദ്ര സർക്കാർ ഭരണഘടനയെ തകർക്കുകയാണെന്നാരോപിച്ച് കോൺഗ്രസ് പ്രതിഷേധിച്ചു. തുടർന്ന് അടിയന്തരാവസ്ഥയ്ക്കെതിരായ പ്രമേയം അംഗീകരിച്ച ശേഷം ഇന്നത്തേക്ക് പിരിഞ്ഞു. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹി കോടതി 3 ദിവസത്തെ സിബിഐ കസ്റ്റഡിയിൽ വിട്ടു. ഇന്ന് രാവിലെ കെജ്രിവാളിനെ റൂസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് സിബിഐ അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. പച്ചക്കറികളുടെയും നിത്യോപയോഗ സാധനങ്ങളുടെയും വിലക്കയറ്റം സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് കേരള നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്തു നിന്ന് റോജി എം ജോണാണ് അടിയന്തര പ്രമേയ അവതരണത്തിന് നോട്ടീസ് നൽകിയത്. വിലക്കയറ്റം നേരിടാൻ സ്വീകരിച്ച നടപടികൾ വ്യക്തമാക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. എന്നാൽ സംസ്ഥാനത്തെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി ജി.ആർ. അനിൽ മറുപടി നൽകി. സംസ്ഥാനത്ത് കോടതി ഫീസുകളിൽ വരുത്തിയ വർധനവ് സംബന്ധിച്ച പരാതികളും നിർദ്ദേശങ്ങളും പരിഗണിക്കുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നിയമസഭയിൽ അറിയിച്ചു. സാധാരണക്കാരന് കോടതി വ്യവഹാരങ്ങളിൽ തടസ്സമുണ്ടാകുന്ന വിധത്തിലുള്ള നിലപാടുകൾ ഉണ്ടാകില്ലെന്നും മന്ത്രി പറഞ്ഞു. കെ രമ എം.എൽ.എയുടെ സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. റോഡ് സുരക്ഷയിൽ സംസ്ഥാനത്തെ രാജ്യത്തിന് തന്നെ മാതൃകയാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിന്റെ ഭാഗമായാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് സമ്പ്രദായത്തിൽ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിയത്. മിതമായ നിരക്കിൽ മികച്ച ഡ്രൈവിംഗ് പരിശീലനം എന്ന സന്ദേശവുമായി കെഎസ്ആർടിസി ആരംഭിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഹെവി വാഹനങ്ങൾക്കുള്ള ഡ്രൈവിംഗ് പരിശീലനത്തിന് 9,000 രൂപയും ഇരുചക്ര വാഹന പരിശീലനത്തിന് 3,500 രൂപയുമാണ് ഫീസ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് കുറഞ്ഞ നിരക്കിലും ഈ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പൂർണ്ണമായും സൌജന്യ നിരക്കിലും പരിശീലനം നൽകും. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഒരു ഗഡുവിന്റെ വിതരണം തുടങ്ങുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചു. 1,600 രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക. ഇതിനായി 900 കോടി അനുവദിച്ചു. കുറ്റമറ്റ രീതിയിലാണ് സംസ്ഥാനത്ത് പ്രവേശന പരീക്ഷകൾ നടത്തുന്നതെന്ന് മന്ത്രി ആർ. ബിന്ദു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് വ്യാപകമായ ബുദ്ധിമുട്ടാണ് ഉണ്ടായത്. പ്രവേശന പരീക്ഷകൾ തുടർച്ചയായി റദ്ദാക്കേണ്ട അസാധാരണമായ അവസ്ഥയാണ് എൻഡിഎയ്ക്കും കേന്ദ്ര സർക്കാരിനും ഉണ്ടായതെന്ന് മന്ത്രി പറഞ്ഞു. നീറ്റ് പരീക്ഷാ ക്രമക്കേട് സംബന്ധിച്ച് എം. വിജിൻ എം.എൽ.എ അവതരിപ്പിച്ച ഉപക്ഷേപത്തിന് മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനൽ നാളെ ആരംഭിക്കും. നാളെ പുലർച്ചെ 6-ന് തരാബയിൽ ആദ്യ സെമിയിൽ അഫ്ഗാനിസ്ഥാൻ ദക്ഷിണാഫ്രിക്കയുമായും രണ്ടാം സെമിയിൽ രാത്രി 8-ന് ഇന്ത്യ ഇംഗ്ലണ്ടിനെയും നേരിടും. രാജ്യത്തെ തെക്കു പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട, വയനാട്, ഇടുക്കി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ്. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ രാത്രിയാത്ര നിരോധിച്ചിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷീരോത്പാദക രാജ്യമായി ഇന്ത്യ വളർന്നതിൽ ദശലക്ഷക്കണക്കിന് ക്ഷീര കർഷകരുടെ അധ്വാനമുണ്ടെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. ഇന്റർനാഷണൽ ഡയറി ഫെഡറേഷൻ കൊച്ചിയിൽ സംഘടിപ്പിച്ച റീജിയണൽ ഡയറി കോൺഫറൻസ് ഏഷ്യ പസഫിക് 2024 ത്രിദിന സമ്മേളനത്തെ ഓൺലൈനായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മീഡിയം റേഞ്ച് മൈക്രോവേവ് ഒബ്സ്ക്യൂറന്റ് ചാഫ് റോക്കറ്റ് ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറി DRDO. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിലാണ് റോക്കറ്റ് കൈമാറിയത്. DRDOയുടെ ജോധ്പൂരിലെ പ്രതിരോധ ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത ഒരു പ്രധാന സാങ്കേതിക വിദ്യയാണ് മൈക്രോവേവ് ഒബ്സ്ക്യൂറന്റ് ചാഫ്. സ്ഥാനമൊഴിയുന്ന ഡച്ച് പ്രധാനമന്ത്രി മാർക്ക് റൂട്ടയെ നാറ്റോ സഖ്യത്തിന്റെ അടുത്ത സെക്രട്ടറി ജനറലായി നിയമിക്കാൻ നോർത്ത് അറ്റ്ലാന്റിക് കൌൺസിൽ തീരുമാനിച്ചു. ഒക്ടോബർ 1-ന് നാറ്റോയുടെ സെക്രട്ടറി ജനറലായി റൂട്ടെ ചുമതലയേൽക്കുമെന്ന് നാറ്റോ അറിയിച്ചു. ജൂൺ 19-ന് റൊമാനിയൻ പ്രസിഡന്റ് ക്ലോസ് യോഹാനിസ് നാറ്റോയുടെ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിന്ന് പിന്മാറുന്നതായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.